നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 17, 18 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 17 രാവിലെ 8:13 AM മുതൽ ജൂൺ 19 രാവിലെ 10:06 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യം. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ചാനലുകളൊന്നും തന്നെ ഈ ദിനഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല പൊതുവെ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പരിപാടിയുണ്ട്, അതും ചെയ്യാം. പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം മേടം രാശി. അതിനു മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ചറപറ യോഗങ്ങൾ വന്നു നിൽക്കുന്ന ദിവസങ്ങളാണിത്. പൊതുവെ എല്ലാവർക്കും അല്പം ഗുണാധിക്യം, എല്ലാ രാശിക്കാർക്കും അല്പം ഗുണാധിക്യമൊക്കെ കിട്ടും. ഒന്നാമത് നേരത്തെ തന്നെ നമ്മുടെ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് രുചക യോഗത്തോടുകൂടി നിൽക്കുകയാണ്. പിന്നെ സൂര്യനും ബുധനും ഒരുമിച്ച് വയ്ക്കുന്നു, അപ്പോൾ നിപുണ യോഗം. പിന്നെ ബുധൻ സ്വക്ഷേത്രത്തിലാണ്, ഭദ്രയോഗം. പിന്നെ ചന്ദ്രനും വ്യാഴവും കൂടി ഒരുമിച്ച് നിൽക്കുന്നു, അപ്പോൾ ഗജകസരി യോഗം, ഗുരുശുക്രയോഗം. പിന്നെ വ്യാഴത്തിൻ്റെ ഹംസയോഗം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും യോഗങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്. ഇവിടെ കാളസർപ്പയോഗം എന്ന് പറയുന്നത് നിൽപ്പുണ്ട്. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാര്യം 6ഓളം അതിശക്തങ്ങളായിട്ടുള്ള യോഗങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറി നിൽക്കും. ഓക്കെ, മേടം രാശി പറയാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതാണ് ഇവർക്ക് ഹൈലൈറ്റ്. പിതൃഗുണം, സന്താന നേട്ടം, ഇവയൊക്കെ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരം ഉണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമൊക്കെ ഉണ്ടാവും. കാരണം ശനിയും വ്യാഴവും മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് രണ്ടും പാപഗ്രഹങ്ങളാണ്. അപകടങ്ങളൊക്കെ കരുതിയിരിക്കുക. ഓക്കെ, യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, വാഹനം ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്, അല്പം ഗുണാധിക്യമുണ്ട്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് 12ാം ഭാവത്തിലാണ്. ജൂൺ 22 മറ്റോ ചൊവ്വ മാറുന്നുണ്ട്. അത് ജന്മത്തിലേക്ക് വരും. അത് പ്രതികൂലം തന്നെയാണ്. അപ്പോൾ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം. കുറേ വർഷം ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത ഉണ്ട്. ഇവിടെ ചന്ദ്രനും അനുകൂലമായിട്ട് വന്നേക്കുകയാണ്. 3ാം ഭാവത്തിൽ നമുക്കിവിടെ ഈ ചന്ദ്രനും ശുക്രനും വ്യാഴവും കൂടെ ഒരുമിച്ച് വയ്ക്കുന്നു 3ാം ഭാവത്തിൽ. അതുകൊണ്ട് കുടുംബ കാര്യങ്ങളൊക്കെ സൗമ്യമായിട്ട്
കാര്യമായിട്ട് സന്തോഷമുണ്ടാവും, കുടുംബ സൗഖ്യമുണ്ടാവും, മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് പ്രതീക്ഷിക്കാം. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. സാങ്കേതിക മികവ് പ്രകടിപ്പിച്ച് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും ഇടവൻ രാശി. ഗുണദോഷ സമ്മിശ്രം തന്നെ ശരി നേട്ടമുള്ള ദിവസങ്ങളാണ്. കാര്യം 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, കൂടാതെ 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങൾ തന്നെയാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും സൂര്യനും ശനിയും പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന് ജലധാര നടത്തുക, ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്. അസാമാന്യമായിട്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, കലാസാഹിത്യ രംഗത്ത് നേട്ടങ്ങൾ, ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്. പിന്നെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് സൂര്യൻ, സർപ്പം, വ്യാഴം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവന്, മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം കാണുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് വരും. ഒരു പരിധി വരെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കേതു, സർപ്പം, ശനി, ചന്ദ്രൻ, വ്യാഴം ഇവ പ്രതികൂലമാണ്. ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും അതുപോലെ പുതിയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എങ്കിലും നമുക്കിവിടെ സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനും കൂടി നിപുണ യോഗത്തോട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകേണ്ടതാണ്. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സവും കാലതാമസവും പൂർണ്ണത കുറവും ഒക്കെ ഉണ്ടാവാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ചെറിയ തടസ്സങ്ങൾ, പൊലിമക്കുറവ്, പൂർണ്ണത കുറവ്, എല്ലാ കാര്യത്തിലും കാലതാമസം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ചിങ്ങൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങൾ ശ്രദ്ധിച്ചോടിക്കുക. ചൊവ്വാഴ്ച മുരുകന് അഥവാ സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് മിഥുനം, കർക്കിടക മാസങ്ങളിൽ മുഴുവൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ധനവരവ് അസാമാന്യമായിട്ടുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അതുപോലെ തന്നെ കന്നിരാശിക്ക് പൊതുവെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്.
ഓക്കെ. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. കാരണം വ്യാഴം ഇവരുടെ കർമ്മഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. കർമ്മഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിരത്തിപ്പിടിച്ച് യോഗങ്ങളുമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം, ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. കൂടാതെ ജൂൺ 22 മറ്റോ ചൊവ്വ മാറുന്നുണ്ട്. അപ്പോൾ അത് ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് മാറുന്നത്. അത് കരുതിയിരിക്കുക. പൊതുവെ നമ്മൾ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന് ജലധാര നടത്തുക. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ ഗുണാധിക്യമായിട്ടും നിൽക്കുന്നു. ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവയുടെ ഒരു സംയോഗം ഉണ്ട്. ദൈവാധീനം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ശാരീരിക മാനസിക സൗഖ്യം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ഇനി ധനുരാശി. മൂലപൂരാണ ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ശനിയും വ്യാഴവും പ്രതികൂലമാണെന്ന് മാത്രമല്ല, ചന്ദ്രനും സൂര്യനും ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവന് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം അഷ്ടമത്തിലാണ്, ചന്ദ്രനും അഷ്ടമത്തിലാണ്. ഭൗതിക സുഖങ്ങളിൽ പൊലിമക്കുറവ്, പൂർണ്ണത കുറവ് ഉണ്ടാവാം. പിന്നെ 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. ഓക്കെ, ബുധനും. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ തൊഴിൽ രംഗത്തെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് സംസാരം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കുക. വാക്കുകൾ അപ്രതീക്ഷിതമായിട്ട് നാവ് പിഴ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത്. ഓക്കെ, അവർക്ക് പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ധനപരമുണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ടെങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം, ഒരു പൂർണ്ണത കുറവ് പൊതുവെ ധനുരാശിക്കുണ്ടാവും. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. അത്ര നല്ല ദിവസങ്ങളല്ല ധനുരാശിക്ക്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഇവർക്ക് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ പ്രതികൂലമാണ് ചൊവ്വ. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, അപകടങ്ങൾ കരുതിയിരിക്കുക. എങ്കിലും ഇവർക്ക് ഗ്രഹങ്ങളുടെ ഒരു വലിയ
നിര തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ശനിയും വ്യാഴവും അനുകൂലം. ഓക്കെ, 7ാം ഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവയുടെ ഒരു കൂടിച്ചേരൽ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിൽ നല്ല സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പ്രണയ ജീവിതം സഫലമാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും. അത് ആ ബന്ധം ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. തൊഴിൽപരമായിട്ട് നേട്ടമാണ്. നിപുണയോഗത്തോടുകൂടി സൂര്യനും ബുധനും ഒത്തുചേരുന്നു. 6ാം ഭാവത്തിൽ തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള 2 ദിവസങ്ങളാണ്. ചൊവ്വാഴ്ച നമ്മൾ മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. ഇനി കുംഭൻ രാശി അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ അനുകൂലമായിട്ടൊക്കെ നിൽക്കുകയാണ്. എന്നാൽ തന്നെയും ഇവിടെ സർപ്പം, ശിഖി, ശനി, വ്യാഴം ഇതും 4 പ്രതികൂലമാണ്. അത് ഡിസംബർ 5 മാറ്റം ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ പൊതുവെ പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും ഈ കാലയളവിൽ, അതായത് ഡിസംബർ 5 വരെ കഴിവതും ഒഴിവാക്കുക. ഓക്കെ, തീരെ നിവൃത്തിയില്ലാത്ത ചെയ്യാം, എന്നാൽ തന്നെയും റിസ്ക്കുകളാണ്. ഓക്കെ, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമൊക്കെ ഉണ്ടാവേണ്ടതാണ്. എങ്കിലും പൊതുവെ ഇവർക്ക് എല്ലാറ്റിനും ഒരു തടസ്സം, കാലതാമസം, അതുപോലെ തന്നെ പൂർണ്ണതക്കുറവ്, പൊലിമക്കുറവ് ഇതൊക്കെ പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി, രേവതി ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് 5ാം ഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇത് നിൽക്കുന്നു. അപ്പോൾ പ്രണയ ജീവിതം സഫലമാവും, ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ നേട്ടങ്ങളുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ച ജന്മശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 17ാം തീയതി ബുധനാഴ്ച പച്ച, 18ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 17, 18 തീയതികളിൽ രാവിലെ 4:32 AM മുതൽ 5:20 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. 17, 18 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 17ാം തീയതി ഇല്ല. 18ാം തീയതി രാവിലെ 11:58 AM മുതൽ 12:48 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. 18ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും പ്രാധാന്യം നൽകുക, സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 17ാം തീയതി ഉച്ചയ്ക്ക് 12:23 PM മുതൽ ഉച്ചയ്ക്ക് 1:56 PM വരെ രാഹുകാലമാണ് 17ാം തീയതി. 18ാം തീയതി ഉച്ചയ്ക്ക് 1:56 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:30 PM വരെ രാഹുകാലമാണ് 18ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ 17/6/2026
6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 7, 1, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 18/6/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 1, 6, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.